ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. അതായത് നമ്മളുടെ കേന്ദ്ര മന്ത്രിസഭ, മോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ താമസിയാതെ അടുത്ത കുറേ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളൊരു വാർത്ത കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നമുക്കറിയാം സുരേഷ് ഗോപി മന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനത്തിന് ചലനമാറ്റമൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ ഇപ്പോഴത്തെ പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള ഹർദീപ് പുരിക്ക് ചിലപ്പോൾ ആ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്നുള്ള ഒരു വാർത്തയും നമുക്കിതോടൊപ്പം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം മന്ത്രിസഭ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് എന്നല്ല, നമ്മുടെ മോഡി ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി സർക്കാർ, മോഡി സർക്കാർ എന്നൊക്കെ പറയുന്നതല്ലേ. അപ്പോൾ സ്ഥിരത നമുക്കെവിടെയും എപ്പോഴും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, അനുകൂലം മീൻസ് അത് ഇത്ര ഫേവറബിൾ അല്ല. സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലൊരു മാറ്റം ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. എവിടെയും ലീഡർഷിപ്പിലായാലും ശരി നമുക്ക് മാറ്റങ്ങൾ എപ്പോഴും തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. അപ്പം മന്ത്രിമാരുടെ കാര്യത്തിലായാലും സ്ഥിരമായി ഇപ്പം ഒരു 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്, അതിനകത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. മാറ്റങ്ങൾ എന്ന് പറയുമ്പം ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ മാറുന്നൊന്നുമില്ല, അതിന് താഴെയുള്ള ആൾക്കാരൊക്കെ തന്നെ മാറുന്നുള്ളൂ, വ്യത്യസ്തമായിട്ടുള്ള മിനിസ്ട്രിയിൽ. കാരണം നമുക്കറിയാം ഇന്ത്യ പോലുള്ള രാജ്യത്ത് എപ്പോഴും കാര്യങ്ങൾ ഏറെക്കുറെ പൊളിറ്റീഷ്യൻസാണ് എല്ലായിടത്തും സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ എപ്പോഴും പൊളിറ്റിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യത്തുള്ളൂ. അതിപ്പം കേന്ദ്രത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും അല്ലെങ്കിൽ അതിന് താഴെയുള്ള തട്ടുകളിലും തലങ്ങളിലും ഒക്കെ തന്നെ ആയാലും ശരി, എല്ലായിടത്തും പൊളിറ്റിക്സ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള മാത്രം ഡെവലപ്മെൻറ്റ്സും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും പൊളിറ്റിക്കൽ ചേഞ്ചസും അല്ലെങ്കിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോളിസീസും അല്ലെങ്കിൽ ചേഞ്ചസും ഒക്കെ തന്നെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കത്തുള്ളൂ. അതിപ്പം ഇപ്പോഴല്ല, പണ്ട് നേരത്തെ മുതലായാലും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഒട്ടുമിക്ക ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്കലി കൂടുതൽ പൊളിറ്റിക്സ് എല്ലായിടും ഉണ്ട്. അമേരിക്ക മുതൽ ഇങ്ങോട്ടെല്ലാ രാജ്യങ്ങളും പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്സ് കൊടികുത്തി വാഴുന്ന സമൂഹങ്ങളുണ്ട്, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്സ്. അതിപ്പോൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അങ്ങനെയുള്ള ഒട്ടനവധി രാജ്യങ്ങൾ നമുക്കിതുപോലെ പൊളിറ്റിക്സ് ഈ കൊടികുത്തി വാഴുന്ന രാജ്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മറ്റു സ്ഥലങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ത്യയിൽ നമുക്കറിയാം എല്ലാ മുക്കും മൂലയിലും രാഷ്ട്രീയം എന്ന് പറയുന്ന, പൊളിറ്റിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ പേരിൽ ഒരു അരങ്ങേറുന്ന ഒരു ഗിമിക്ക് അരങ്ങേറുന്നതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരുടെ സാന്നിധ്യം നമുക്കെല്ലായിടും, പൊളിറ്റിക്സിൻ്റെ സാന്നിധ്യം നമുക്കെല്ലായിടും കാണാൻ സാധിക്കും. ഞാൻ സബ്ജക്റ്റൊന്നും ഡൈവേർട്ട് ചെയ്യുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പൊളിറ്റീഷ്യൻസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഏറെക്കുറെയൊക്കെ തന്നെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മന്ത്രിസഭയുടെ പുനഃസംഘടനയും അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അതും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെയും ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പൊളിറ്റിക്സിനെ മുൻനിർത്തിക്കൊണ്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ വരികയാണെങ്കിൽ ആ സംസ്ഥാനത്തിനോട് കേന്ദ്രത്തിൽ ആര് ഭരിച്ചു കഴിഞ്ഞാൽ തന്നെയും, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ അതുപോലുള്ള ബംഗാളിലൊക്കെ തന്നെ ഇലക്ഷൻ നടന്ന സമയത്തും ഇറാൻ ഇസ്രായേൽ വാർ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും ഓയിലിൻ്റെയും ക്രൂഡിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ പ്രൈസ് അന്നേരം മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രം അന്നേരം ഒന്നും വില കൂട്ടിയിട്ടില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ വില അവരെ എസ്കലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കും എപ്പോഴും എല്ലാവരുടെയും തീരുമാനങ്ങൾ എന്നാണ് പറയുന്നത്. അതിനകത്ത് ശരിയോ തെറ്റെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ശരിയോ തെറ്റെന്നുള്ളത് ഇവിടെ ഒരു വിഷയമല്ല. കാരണം നമ്മൾ പൊളിറ്റിക്കലി ഡോമിനേറ്റഡ് ആണ്, പൊളിറ്റിക്സാണ് എല്ലായിടും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ നേതൃത്വം
അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവായാലും ശരി, അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുനഃസംഘടനയൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ചില ലക്ഷ്യങ്ങളെയൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കും. ചില ആൾക്കാരെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാനും ചില ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക ഒരു എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ചില ആൾക്കാരെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള ഹർദീപ് പുരിക്ക് ചിലപ്പം സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. ഇതൊരു പിന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ടിനെ ബേസിലാണ് ഇങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് പറയാമല്ലോ. അടുത്ത ആഴ്ച ഈ പറഞ്ഞ പുനഃസംഘടന നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെ കോൺട്രവേഴ്സിയൊക്കെ നമ്മൾ കേട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചോദ്യപേപ്പർ ചോർച്ചയും അതുമായിട്ട് കാരണം ഇത്രയും വളരെ കുറേ ഒരു രാജ്യത്തിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം ഇത്രയും നിരുത്തരവാദപരമായിട്ട് ഇത്രയും വളരെ ഈ അഴിമതിയോടുകൂടി അതൊക്കെ നടക്കുക അരങ്ങേറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെ തന്നെ ബാധിക്കുന്ന വലിയ കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഒരു ചോദ്യപേപ്പർ ചോർച്ച നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അപ്രീതി ഉണ്ടാക്കി. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന് ചിലപ്പോൾ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായേക്കാം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ലല്ലോ ഇതിന് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടബിൾ എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിയും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ തന്നെ പ്രസിഡന്റിനെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞ മന്ത്രിസഭാ കാരണം അത് പ്രസിഡന്റ് അറിയണമല്ലോ, പ്രസിഡന്റ് അറിയാതെ നടക്കത്തില്ല. അപ്പം ഒരുപക്ഷെ പ്രസിഡന്റിന് ഇനിയിപ്പം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവർ രൂപരേഖ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആരൊക്കെ വരാൻ പോകുന്നു അല്ലെങ്കിൽ ആരൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം പ്രസിഡൻ്റാണല്ലോ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ എന്താണ് നമ്മൾ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഒരു അത് നിർവഹിക്കേണ്ട പ്രസിഡൻ്റാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രസിഡൻ്റ് അതിൽ അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഹെഡ് പ്രസിഡൻ്റാണല്ലോ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും പിന്നെ പൊളിറ്റിക്കലി പ്രസൻ്റ് അല്ലെങ്കിൽ തന്നെയും നമ്മുടെ രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് തീർച്ചയായിട്ടും പ്രസിഡൻ്റാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, എക്സിക്യൂട്ടീവിൻ്റെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ്. കാരണം പ്രസിഡൻ്റ് ഒപ്പില്ലാതെ ഇവിടെ നമുക്കറിയാം ഒരു കാര്യങ്ങളും നിയമമാകത്തില്ല. കാരണം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ഭൂരിപക്ഷം കിട്ടി ആ ബില്ല് പ്രസിഡൻറ്റിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ ആ ഒരു സൈൻ ഇല്ലാതെ ആ ബില്ല് ആക്റ്റ് ആകത്തില്ല, ഏത് ബില്ലായാലും ശരിയാണല്ലോ. അപ്പോൾ പ്രസിഡൻ്റ് അങ്ങനെയുള്ള പവറുണ്ട് നമുക്ക്. അതുപോലെ അത് പൊതുവേ നമുക്ക് പൊളിറ്റിക്കലി പ്രസൻ്റ് അല്ല എന്നുള്ളൊരു പ്രസിഡന്റ് എന്നുള്ള സാധനം, അത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം പുനഃസംഘടനയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഈ ധനമന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ ധനമന്ത്രി എന്ന് പറഞ്ഞാൽ ശ്രീമതി നിർമ്മല സീതാരാമനാണ്. ഒരുപക്ഷെ അവർക്ക് ആ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം ഫിനാൻസ് മിനിസ്റ്ററാണല്ലോ ശ്രീ നിർമ്മല സീതാരാമൻ എന്നാൽ. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയും അതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്ത് ദാസിനെ ഈ പറഞ്ഞ ധനകാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയുടെ ചുമതല ഏൽപ്പിക്കാൻ മോദിക്ക് താല്പര്യമുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം മുകളിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹിൻഡ് കിട്ടിയിട്ടായിരിക്കും അവരങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെപ്പോഴും അവരുടെ അനാലിസിസും അല്ലെങ്കിൽ പ്രഡിക്ഷനൊന്നും ശരിയാണെന്ന് നിർബന്ധമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഊഹാപോഹങ്ങൾ പറയാനും പറ്റത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള ക്ലൂ അല്ലെങ്കിൽ ഹിൻറ്റോ ഒക്കെ കിട്ടിയിട്ടായിരിക്കും അവരിങ്ങനെയുള്ളൊരു പിന്നെ എന്താ പറയുന്നത് ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രഡിക്ഷനാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ 2018 മുതൽ 2024 നമ്മുടെ RBI ഗവർണറായിരുന്നു ഈ പറഞ്ഞ ശക്തികാന്ത് ദാസ് എന്ന് പറഞ്ഞാൽ 6 വർഷം. അപ്പം പ്രധാനമന്ത്രി മോഡിയുടെ വിശ്വസ്തരിലുള്ള, കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം ലീഡറായിട്ടിരിക്കുന്ന ആളുടെ വിശ്വസ്തരെ മാത്രമേ ക്രൂഷ്യൽ മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തസ്തികയിലൊക്കെ തന്നെ നിയമിക്കത്തുള്ളൂ. അതിപ്പോൾ RBI ഗവർണറായാലും ശരി, CBIയുടെ ഡയറക്ടറായാലും ശരി, IBയുടെ ഹെഡായാലും റോയുടെ ഹെഡായാലും
റോമൻസ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, നമ്മുടെ ഇൻ്റലിജൻസ് വിങ്, അല്ലെങ്കിൽ EDയുടെ മണ്ടയ്ക്കിരിക്കുന്ന ആളായാലും, ഇൻകം ടാക്സ് ഇല്ലേ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ആരാണോ ഇപ്പോഴത്തെ നമ്മുടെ എന്നുവെച്ചാൽ മോദിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ മോദിക്ക് വിശ്വാസമുള്ള ആൾക്കാരെ തന്നെ ആയിരിക്കും ഈ താക്കോൽ സ്ഥാനങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അതിനകത്ത് വലിയൊരു എന്താണ് പറയുന്നത്, അത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമുക്കറിയാം അന്ന് ആരായിരുന്നു സൂപ്പർ പ്രൈം മിനിസ്റ്റർ എന്നുള്ളറിയാം. അപ്പോൾ ആ സൂപ്പർ പ്രൈം മിനിസ്റ്റർ നിശ്ചയിക്കുന്ന ആളായിരിക്കും ഈ പറഞ്ഞ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റിസർവ് ബാങ്കിൽ നിന്ന് ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം, ഗവർണറായിട്ട് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ 15th അല്ലെങ്കിൽ 15ാമത്തെ ഈ ധനകാര്യ ഫിനാൻസ് കമ്മീഷൻ്റെ അംഗമായിട്ട്, അതുപോലെ ഈ ഇന്ത്യയുടെ G20 ഷെർപ്പിയായി അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും മോഡിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മോഡിയുടെ താല്പര്യപ്രകാരമാണ്. കാരണം ഭരണതലപ്പത്തിരിക്കുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവിൻ്റെ ഒരു താല്പര്യവും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഇംഗിതം എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ തന്നെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ശക്തി കാന്താസ് ആയിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ ഫിനാൻസ് മിനിസ്ട്രി ഇനിയും മുന്നോട്ട് നയിക്കുവാൻ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റാണ്. കാരണം ബ്യൂറോക്രാറ്റ്സിനെ മാത്രം RBI ഗവർണറായിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോയിൻ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ RBIയുടെ ഏത് ഗവർണേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം വളരെ ലോങ് സർവീസുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ബ്യൂറോക്രാറ്റ്സാണ് RBIയുടെ തലപ്പത്ത് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ധനകാര്യ മന്ത്രാലയത്തിൽ വളരെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബ്യൂറോക്രാറ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏകദേശം 8 ബജറ്റുകളോളം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഫിനാൻസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 8 ബജറ്റുകൾക്ക് ഇദ്ദേഹം പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. 8 ബജറ്റുകൾ നിർമ്മിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ വേണ്ടി, തയ്യാറാക്കുവാൻ വേണ്ടി, തയ്യാറാക്കുവാൻ വേണ്ടി. അപ്പോൾ അത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്കൊരു നാഷണൽ ബജറ്റ്, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ബജറ്റ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാം ബജറ്റ് നിർമ്മിക്കുന്നതിനകത്തിൽ ബ്യൂറോക്രാറ്റ്സും ടെക്നോക്രാറ്റ്സും ഒക്കെ തന്നെയാണ് ഇതിനകത്തിൽ പങ്കുവഹിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ഫിനാൻസ് മിനിസ്റ്റർ വന്ന് പാർലമെൻറ്റിൽ വായിക്കുന്നു എന്നുള്ളൊരു ടാസ്ക് മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർക്ക് പങ്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഫിനാൻസ് മിനിസ്റ്റർ നല്ല അറിവും എഡ്യൂക്കേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ നിലവിലുള്ള നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊഫൈലൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇറ്റ്സ് ഫൈൻ. പക്ഷേ അങ്ങനെ അത്രയ്ക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോടുകൂടി മാത്രം അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന മിനിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ പലയിടത്തും. വിദ്യാഭ്യാസം വളരെ കുറവോ അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിളൊക്കെ ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലായാലും അല്ലെങ്കിൽ കേന്ദ്രത്തിലൊക്കെ തന്നെ അങ്ങനെ സംഭവിക്കാം. അപ്പം എന്നിരുന്നാൽ തന്നെ അവരുടെ മന്ത്രാലയത്തിൽ തീർച്ചയായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിവുള്ള ബ്യൂറോക്രാറ്റ്സും ടെക്നോക്രാറ്റ്സും ഒക്കെ തന്നെ, ഇന്നത്തെ കാലത്ത് ടെക്നോക്രാറ്റ്സും ഒക്കെ തന്നെ ഇതിനകത്തിൽ വളരെ അധികം പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തിൽ വളരെ കൂടുതലുണ്ട്. പണ്ടായാലും ഇപ്പോഴായാലും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇദ്ദേഹം ഏകദേശം 8 ബജറ്റുകൾ തയ്യാറാക്കുന്നതിലെ പങ്കാളിയായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്, കാരണം റിട്ടയറായ ബ്യൂറോക്രാറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിനെ തീർച്ചയായിട്ടും ഒരു ധനകാര്യ മന്ത്രാലയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഹെഡ് മീൻസ് അതിൻ്റെ മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം അത് അറിവും അല്ലെങ്കിൽ അനുഭവ സമ്പത്തും ഒക്കെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനത് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയ രൂപീകരണത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അറിവുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ ശക്തികാന്ത് ദാസ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് യുദ്ധവും അതുപോലെ തന്നെ മൺസൂൺ മഴയുടെ കുറവും ഒക്കെ തന്നെ ഈ വലിയ വെല്ലുവിളികൾക്കിടയിൽ തികഞ്ഞ ബ്യൂറോക്രാറ്റിനെ ഖജനാവിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്നാണ് വിവരം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്നും ക്രൈസിസുകൾ മാത്രമേ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും പ്രതിരോധപരമായിട്ടായാലും സൈനികപരമായിട്ടായാലും സാമ്പത്തികമായാലും പൊളിറ്റിക്കലായാലും സോഷ്യോ പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ എന്നും
ഇപ്പോഴും നമ്മൾ ക്രൈസിസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഈ ക്രൈസിസുകൾ നേരിടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളൊക്കെ തന്നെ അതുപോലെ വളരെ അറിവും പക്വതയും അനുഭവ സമ്പത്തുമൊക്കെ ഉള്ള വ്യക്തികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഉചിതമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെയും ഇങ്ങനെ അനുഭവ സമ്പത്തുള്ള അറിവുള്ളൊരു വ്യക്തി ഈ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതല ഏൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്ന് മാറ്റമില്ലെന്ന് പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സ്ഥാനത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിലെ സീനിയറായിട്ടുള്ളതെന്ന് വെച്ചാൽ പെട്രോളിയം മിനിസ്റ്റർ, ഇപ്പോഴത്തെ നിലവിലുള്ള പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള ഹർദീപ് പുരിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥാനത്ത് മറ്റൊരു സിഖുകാരനെ എത്തിക്കാനുള്ള പ്ലാനാണ് മോദിക്ക്. അടുത്ത വർഷം പഞ്ചാബിലെ നിയമസഭ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ്. കാരണം പല സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വരുന്നതനുസരിച്ചായിരിക്കും ഇതുപോലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങളോ ഒക്കെ തന്നെ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചാബിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന രീതിയിലുള്ള പുനഃസംഘടനയായിരിക്കാം ചിലപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി BJP വളരെ വിജയമായിട്ടത് പിളർത്തുകയും ആ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് ചേർന്നിട്ടുള്ള രാഘവ് ചദ്ദയ്ക്കും മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഇടം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചാബിലൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു നേതാവാണ് ഈ പറഞ്ഞ വ്യക്തി. അപ്പം നിർമ്മലാ സീതാരാമനെ എന്തായാലും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ധനമന്ത്രാലയത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. ഒരുപക്ഷെ മാനവിക നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിയിലേക്ക് ഒരുപക്ഷെ അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്ററായിട്ട് മാറ്റുവാനുള്ള സാധ്യതയും കാണുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മുൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ടായിരിക്കും. ഏതാണ് പോർട്ട്ഫോളിയോ നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്കിത് പുനഃസംഘടന വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്നുള്ള കാര്യത്തിൽ. ഏതൊക്കെ മിനിസ്ട്രിയിലാണ് റീഷഫ്ലിംഗ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ അടുത്ത ആഴ്ചയോട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശിവസേനയിലുള്ള ഏക്നാഥ് ഷിൻഡെ നേതാവ് ശ്രീകാന്ത് ഷിൻഡെയും കേന്ദ്രമന്ത്രി ആയേക്കുമെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJPയിലെത്തിയ സുഖേന്ദു ശേഖർ റായും മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ തന്നെ BJPയിലേക്ക് ചേക്കേറി എല്ലാവർക്കും മന്ത്രിസഭയിൽ ഇടം കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പുതിയ റീസ്ട്രക്ചറിങ് മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ റീഷഫ്ലിംഗ് നമ്മൾ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിർണായകമായിട്ട്, കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ് എന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഉത്തർപ്രദേശിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് സൂചന. കേരളത്തിൽ നിന്ന് മറ്റാർക്കും മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യതയില്ല. സുരേഷ് ഗോപി അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന മന്ത്രിസഭ പുനഃസംഘടനയുമായിട്ട് അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ റീഷഫ്ലിംഗ് സാധ്യതയുള്ള അടുത്ത ആഴ്ചയോടുകൂടി സാധ്യതയുള്ള റീഷഫ്ലിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വളരെ നമുക്കറിയാം. എന്തായാലും തീർച്ചയായിട്ടും ചിലരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും, ചിലരെ റീഷഫിൾ. ഇപ്പം നിർമ്മലാ സീതാരാമൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നും ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിയുടെ ഹെഡായിട്ട് മാറ്റും, റീപ്ലേസ് ചെയ്യും. ഈ നമ്മുടെ പെട്രോളിയം മിനിസ്റ്ററായിട്ടുള്ള ഹർദീപ് പുരിക്ക് സ്ഥാനം നഷ്ടപ്പെടും. അദ്ദേഹത്തെ മറ്റേതെങ്കിലും മിനിസ്റ്ററിലേക്ക് റീഷഫിൾ ചെയ്യുന്ന ഇതിനകത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷേ പഞ്ചാബിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ നിയോഗിക്കാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ സീനിയർ മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ സീനിയർ പൊളിറ്റീഷ്യൻസും BJPയോട് ബന്ധപ്പെട്ട സീനിയർ പൊളിറ്റീഷ്യൻസൊക്കെ ആണ്ട് പൂർണ്ണമായിട്ടുള്ള അവഗണനയൊന്നുമല്ല പറയുന്നത്, മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല തരത്തിലുള്ള ഇപ്പം ഏതെങ്കിലും കേന്ദ്രത്തിൽ മിനിസ്റ്ററായിട്ടിരിക്കുന്നൊരു ആളെ ആ വ്യക്തി ആ മിനിസ്റ്ററുടെ ആയിട്ട് ബന്ധമുള്ള സംസ്ഥാനത്ത് വളരെ അടുത്ത വർഷം അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന താമസിയാതെ അവിടെ ഏതെങ്കിലും അസംബ്ലി ഇലക്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു വ്യക്തിയെ ആ ഒരു സംസ്ഥാനത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, സംസ്ഥാനത്തെ പൊളിറ്റിക്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ മന്ത്രിസഭയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി റീഷഫിൾ ചെയ്യുന്നൊക്കെ കാഴ്ചകളൊക്കെ നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും കാണുന്നതാണ്. അങ്ങനെ ആരെയും പൂർണ്ണമായിട്ടും തഴയുകയോ അല്ലെങ്കിൽ ആരും അവരുടെ ഇനഫിഷ്യൻസി കാരണമോ അല്ലെങ്കിൽ അവർ അത്ര മോശമല്ല എന്നുള്ളൊരു മോശം ഇത്രയും നാളും
വർഷങ്ങളായിട്ട് അവർ ഇതിനകത്തിൽ ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കാരണം നമുക്കൊരു ആടെ പെർഫോമൻസ് അറിയാൻ വേണ്ടി ഇത്രയും വർഷം നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെർഫോമൻസിൻ്റെ പ്രശ്നമല്ല, തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൂടെ ഇതിനകത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ചില റീഷഫ്ലിംഗ് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് നടത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നമ്മൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു മന്ത്രാലയമാണ്. അപ്പോൾ അവിടെ കഴിവും നമ്മൾ പറഞ്ഞ എക്സ്പീരിയൻസും നോളജും ഒക്കെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ എപ്പോഴും ആര് ഭരിച്ചാലും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. അതുപോലെ എല്ലാ മിനിസ്ട്രിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹോം മിനിസ്ട്രി ആയാലും ശരി നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശക്തമായിട്ടുള്ള ദൃഢമായിട്ടുള്ള നയങ്ങൾ നിലപാടുകൾ എടുക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് സാമർഥ്യമുള്ള വ്യക്തി ഹോം മിനിസ്റ്റർ ആകുക എന്നുള്ളത് കാരണം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. ഫിനാൻസ് മിനിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫൻസ് മിനിസ്ട്രി അതിലും ഇമ്പോർട്ടൻ്റ് ആണ്, എന്ന് പറഞ്ഞാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിഫൻസ് മിനിസ്ട്രിക്ക് അതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം രാജ്നാഥ് സിംഗ് തന്നെയായിരിക്കും വളരെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മിനിസ്ട്രി പോകുന്നുണ്ട്. അപ്പം ഈ ഫിനാൻസ് മിനിസ്ട്രിയിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ശക്തികാന്ത് ദാസിനെ ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ഒരു റീഷഫ്ലിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ പെട്രോളിയം മിനിസ്റ്റർ തൽക്കാലം മാറുന്നതിൽ അതും ഇതൊക്കെ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ആഴ്ച ഈ റീഷഫ്ലിംഗ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ലൈവായിട്ട് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് അന്നും സംസാരിക്കാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്ക് അവസാനിപ്പിക്കണേ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.